إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ സകല സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവ്വനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ കൊയ്തെടുക്കാനുള്ള അവന്റെ കൃഷിയിടമാണ്. നല്ല വിത്തുകളെ കണ്ടെത്തി അത് വിത്തിനെ ഇറക്കി അതിനു വേണ്ട വെള്ളം നൽകി, വളം നൽകി, അതിനെ പരിലാളിച്ചും പരിപോഷിപ്പിച്ചുമൊക്കെ പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല വിളകളാണെങ്കിൽ നന്നായി അതിനെ കൊയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമയം, ആരോഗ്യം, ജീവിതം അതിനെ ഏറ്റവും അനുഗുണമായി ബുദ്ധിപൂർവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായി നാളെ പരലോകത്ത് വിളവെടുക്കാൻ കഴിയുന്ന വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇന്റെ 136-ാമത്തെ വചനത്തിൽ ഒരു പ്രയോഗമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വസിക്കണം കേട്ടോ. എന്തിനാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും ഇത് ആവർത്തിച്ചത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ
കേവലം വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ഉൾച്ചേർന്നുകൊണ്ട് ജീവിക്കുക എന്നതിലുപരിയായി വിശ്വാസികളുടെ കോലവും ചേലും ഒക്കെ പ്രഥമ ദൃഷ്ട്യ അവനിൽ കണ്ടെത്തുക എന്നതിലുപരിയായി വളരെ ആത്മാർത്ഥതയുള്ള സൽക്കർമ്മ നിരതനായിട്ടുള്ള വിശ്വാസികൾക്ക് ചേർന്നതും ചേരേണ്ടതുമായിട്ടുള്ള രൂപത്തിൽ ആ ഗുണമൊത്ത വിശ്വാസികളായി തീരണമെന്നാണ് സത്യത്തിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം. അല്ല ഇപ്പൊ വിശ്വാസികളെ എന്ന് വിളിച്ചാൽ തന്നെ അവൻ വിശ്വാസികളാണല്ലോ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാകണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അല്ല എന്താണോ വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിനനുസരിച്ച് നമ്മൾ ഉയരണം, ഉണരണം എന്നർത്ഥം. വിശ്വാസികളുടെ ജീവിതവും കർമ്മവും റബ്ബ് ആഗ്രഹിച്ചതുപോലെയാകണം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മളൊക്കെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെയാണോ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ്. നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരേ സൊഫിൽ നമസ്കരിക്കുന്ന കുറെ ആളുകൾ അല്ലേ? ഇപ്പൊ ഈ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മൾക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലം ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. എത്രത്തോളം ഇഷ്ടത്തോടെയും എത്രത്തോളം ആഗ്രഹത്തോടെയുമാണോ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നത് അതനുസരിച്ച് അതിന്റെ പ്രതിഫലത്തിലും വേരിയേഷനുകൾ, വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? ഒരേ റക്അത്തിന്റെ എണ്ണമാണ്, ഒരേ സൂറത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഉദ്ദേശ ശുദ്ധി, നീയത്ത് നന്നാക്കി തീർക്കുക എന്നല്ലാതെ നമുക്ക് രക്ഷയില്ല. ഏതായാലും ചെയ്യേണ്ടി വരുന്ന കുറെ കർമ്മങ്ങളുണ്ട് അല്ലേ? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ആകുമ്പോ നീയത്ത് ഏറ്റവും നല്ലതാക്കാൻ കഴിഞ്ഞാൽ മികവുള്ള രൂപത്തിൽ റബ്ബ് ആഗ്രഹിച്ചതുപോലെയുള്ള വിശ്വാസികളായി തീരാൻ പറ്റും. ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കുന്ന ആളുകൾ പറയുന്ന ഒരു വിശ്വാസിയായിട്ട് മാറാനും പറ്റും. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ആമീനു എന്ന് പ്രത്യേകമായി അവിടെ സൂചിപ്പിച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചോക്കെ, ഇപ്പോ വെള്ളിയാഴ്ച നമ്മളൊക്കെ എടുക്കുന്ന കളക്ഷൻ, ആ ബക്കറ്റുകൾ നോക്കിയാൽ അതിലുള്ള 500 നോക്കിയാൽ അല്ലെ, 4-5 ആളുകൾ 500 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 500 രൂപക്ക് പോലും 5 ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്നല്ല. ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, ഞങ്ങൾ നിക്ഷേപിച്ചത്, സ്വതക്കയായി കൊടുത്തത് ഒരേ നോട്ടാണല്ലോ, ഒരേ മൂല്യമുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇഷ്ടത്തോടെ ആത്മാർത്ഥതയോടെ വല്ലാതെ ആഗ്രഹിച്ചും സ്വർഗം വല്ലാതെ കൊതിച്ചും മോഹിച്ചുമൊക്കെ കൊടുക്കുന്ന, അതും എന്റെ ഉള്ളതിൽ നിന്ന് ഒരു കൂട്ടി അതിൽ നിന്ന് പരമാവധി എന്നാൽ കഴിയുന്നതൊക്കെ കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം അത് ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെയും ആത്മാർത്ഥതയോടെയും നല്ല ഉദ്ദേശശുദ്ധിയോടെയും ചെയ്തു തീർക്കാൻ കഴിയണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ്, റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹദീസാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിശ്ചയമായും പ്രവർത്തനങ്ങൾ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചായിരിക്കും അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക. അല്ലേ? വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും അള്ളാഹുവിന്റെ അവന്റെ റസൂലിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയും ഒക്കെ കാംക്ഷിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവന് അത് ലഭിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇഷ്ടവും അള്ളാന്റെ പ്രീതിയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് റസൂലിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ചുകൊണ്ടാണ് അവന്റെ ഹിജ്റ എന്നുണ്ടെങ്കിൽ, അത് മോഹിച്ചുള്ള പോക്കാണെങ്കിൽ അതായിരിക്കും അവന് കിട്ടുക കേട്ടോ. മനസ്സിൽ അതായിരിക്കണം. ഇനിയോ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ. ഇനി ആരെങ്കിലും ഹിജ്റ പോകുന്നത് അല്ലെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഒരാളുടെ ഉദ്ദേശം മദീനയിൽ പോയിട്ട് നല്ലൊരു സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിക്കണം, നിക്കാഹ് കഴിക്കണം എന്നാണെങ്കിൽ ചിലപ്പോ അവന് അത് കിട്ടും. അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും മറ്റൊരു മോഹം ആഗ്രഹമാണെങ്കിൽ അത് ചിലപ്പോൾ സഫലീകരിക്കപ്പെട്ടേക്കാം. അല്ലാതെ ഹിജ്റയുടെ പ്രതിഫലം അവന് കിട്ടൂല. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്താണോ അവൻ ഹിജ്റ കൊണ്ട് ആഗ്രഹിച്ചത് അത് നടന്നേക്കാം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കണം ഇത്രേ ഉള്ളൂ.
എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സെന്താണോ നമ്മൾ പറയുന്നത്, അതായിരിക്കും നമ്മുടെ പ്രതിഫലത്തിന്റെ നിദാനം. നമ്മൾ ആളുകളെ നോക്കി പുഞ്ചിരിക്കുന്നു, പക്ഷേ ദുഷ്ടമനസ്സോടുകൂടി അല്ലെങ്കിൽ അസൂയയോടെ അല്ലെങ്കിൽ കുനുഷ്ടോടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചിലപ്പോൾ തിരിഞ്ഞോളണമെന്നില്ല. എന്നോട് അയാൾ ചിരിക്കുന്നു എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവൻ അതുകൊണ്ട് പ്രതിഫലമില്ല. ചിലപ്പോഴൊക്കെ അത്തരം ചില സംഗതികൾ തെറ്റിലേക്ക് അല്ലെങ്കിൽ കുറ്റം ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ആദ്യം വേണ്ടത് നീയത്താണ്, ഉദ്ദേശശുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, അത് നന്നാക്കി തീർക്കാൻ കഴിയണം. എന്തിനാണ് ഇതിപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരു വർഷത്തിൽ കൂടുതലായി കർമ്മങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഏതാണ്ടൊക്കെ നമ്മൾ ഖുർആൻ പാരായണം കുറെ ചെയ്യും, കുറെ കർമ്മങ്ങൾ ചെയ്യും, കുറെ ദാനധർമ്മം ചെയ്യും. അതൊക്കെ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഒരുങ്ങണമെന്നാണ്. ഇപ്പോൾ വീട് ഒരുങ്ങിക്കഴിഞ്ഞു, പള്ളികളൊക്കെ ഏകദേശം ഇങ്ങനെ ഒരുങ്ങി തുടങ്ങിക്കഴിഞ്ഞു, അല്ലെ? ഇങ്ങനെ പലതും നമ്മൾ ഒരുക്കി വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നന്നായി ഒരുക്കണം. നല്ല ആത്മാർത്ഥതയോടെയും നല്ല ഉദ്ദേശശുദ്ധിയോടെയും അമലുകളെ സമീപിക്കാൻ സാധിക്കണം. കാരണം മനസ്സിലേക്കാണ് അള്ളാഹു എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ എപ്പോഴും നന്നായിരിക്കണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, നിങ്ങളുടെ രൂപഭംഗികളിലേക്കുമല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവർ, അത് വല്ലാത്തൊരു പറച്ചിലാണ്. കാരണം നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങനെ നോക്കിയാലേ, അല്ലെ, ആത്മാർത്ഥതയോടെ ചെയ്യുന്നതുണ്ട്, ആർക്കോ വേണ്ടി ചെയ്യുന്നതുണ്ട്, ചിലതൊക്കെ അങ്ങനെ യാന്ത്രികമായി ചെയ്യുന്നതുണ്ട്. സത്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥത എന്നുള്ളത് നമുക്കല്ലേ ഇപ്പൊ അറിയുള്ളൂ, അല്ലെ? അത് എന്തോ ആവട്ടെ, ദുന്യവിയായ കർമ്മങ്ങളാകട്ടെ, ഉഖറവിയായ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന കർമ്മങ്ങളാകട്ടെ, അതൊക്കെ ചെയ്യുമ്പോൾ എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് ആർക്കാ അറിയാം? ആർക്കും അറിയൂല, നമുക്കും പടച്ചോനല്ലാതെ. ആർക്കും അറിയൂല, നമുക്കും പടച്ചോനല്ലാതെ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥത മുഖത്ത് പ്രകടമാക്കിയിട്ട് കാര്യമില്ല, അല്ലെ? വിയർപ്പ് തുള്ളികൾ നന്നായി ഒലിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ മന്ത്രിക്കുന്ന മനസ്സിന്റെ മന്ത്രങ്ങൾ അത് അള്ളാഹുവിനറിയാമെന്നർത്ഥം. അതാണ് അള്ളാഹ് നോക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത്, വിയർപ്പൊലിക്കുമ്പോ വിയർപ്പിലേക്ക് നോക്കണില്ല. നിങ്ങൾ വെയിലത്ത് നന്നായി കരിഞ്ഞുണങ്ങുമ്പോ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റ ക്ഷീണമല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയം എന്താണപ്പോൾ കൊതിക്കുന്നതും നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താണപ്പോൾ വിചാരിക്കുന്നതും അത് അള്ളാഹു നോക്കും. അതിനനുസരിച്ച് അതിന്റെ തൂക്കം നോക്കി അള്ളാഹു അതിന് പ്രതിഫലം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ആത്മാർത്ഥതയുള്ള കർമ്മങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുള്ളൂ. അതിൽ വിത്തിറക്കാനും അതിന് വളം നൽകാനും വെള്ളം കൊടുക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും അങ്ങനെ കർമ്മങ്ങൾ കൊയ്തെടുക്കാനും കഴിയുന്നവനാണ് വിജയിക്കുന്ന വിശ്വാസി. അല്ലാത്തവൻ ഇത് മുഴുവൻ സമയനഷ്ടമാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച വചനം, സൂറത്തുൽ മുഅ്മിനൂൻ 115-ാമത്തെ വചനം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലയോ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നും നീ ഒരിക്കൽ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നീ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. നിന്റെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതല്ല, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു നാൾ നീ എന്നിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ആ മടങ്ങിപ്പോക്കിൽ നമ്മുടെ അടുത്ത് എന്തുണ്ടോ, കനമുള്ളതുണ്ടോ, കാമ്പുള്ളതുണ്ടോ, കാതലുള്ളതുണ്ടോ, അത് നോക്കിയാണ് അള്ളാഹു നമ്മളെ വിലയിരുത്തുക. അതിനനുസരിച്ചാണ് രക്ഷയും ശിക്ഷയും വിധിക്കുക എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബിയായ അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു, അറിയാലോ നമുക്ക് ചരിത്രം. മദീനയിലെ നൂൽപ്പുകാരനായിരുന്ന വസ്ത്ര വ്യാപാരിയായിരുന്ന അതാഇന്റെ ചരിത്രം നമുക്കറിയാം. നല്ല 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 വസ്ത്രങ്ങൾ നെയ്തെടുത്ത് അതിങ്ങനെ പ്രദർശനത്തിന് വിടുമ്പോൾ തന്നെ ആളുകൾ തിക്കും തിരക്കും കൂട്ടി വാങ്ങാറുണ്ടായിരുന്ന അതാഉസ്സലമിയുടെ വസ്ത്രച്ചിരക്കുകൾ, ഇല്ലേ? നമുക്കറിയാലോ. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ വസ്ത്രം കൊണ്ടുവന്നപ്പോൾ ആളുകൾ അഭിപ്രായം പറയാൻ, ആരും അത് വാങ്ങണില്ല, കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അതാ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. ആളുകൾക്ക് സങ്കടമായി. പറഞ്ഞ വില കൊടുത്ത് അത് വാങ്ങാമെന്നായി. അതാഉസ്സലമി കരച്ചിൽ നിർത്തിയില്ല. കാരണം അന്വേഷിച്ചു. അതാഉസ്സലമിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ജീവിതം കൊണ്ട് ഒരുപാട്
കർമ്മങ്ങളുള്ള സൽക്കർമ്മങ്ങളുടെ ധർമ്മങ്ങളുടെ നമസ്കാരത്തിന്റെ വസ്ത്രങ്ങൾ നൂലുകൾ കൊണ്ട് ഞാൻ വസ്ത്രങ്ങൾ നെയ്തെടുത്തിട്ടുണ്ട്. ആ വസ്ത്രങ്ങളെങ്ങാനും നാളെ നിങ്ങൾക്ക് മുമ്പിൽ ഇത് പ്രദർശിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ. എന്റെ നമസ്കാരം ഞാൻ എക്സിബിറ്റ് ചെയ്യും, എന്റെ നോമ്പുകൾ എക്സിബിറ്റ് ചെയ്യും, എന്റെ സ്വതക്കകൾ ഞാൻ പ്രദർശിപ്പിക്കും. അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ ഇന്നു നിങ്ങൾ കുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും കണ്ടെത്തിയതുപോലെ റബ്ബെങ്ങാനും എന്റെ കർമ്മങ്ങൾക്ക് കുറവുകൾ കണ്ടെത്തിയാൽ ഈ നൂല് മാറ്റാൻ എനിക്കറിയാം, ഈ വസ്ത്രം മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ എനിക്കറിയാം, എംബ്രോയിഡറിയും സ്റ്റിച്ചിങ്ങും ഒക്കെ എനിക്കറിയാം, ഇവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ എനിക്കറിയാം. അള്ളാഹുവിന്റെ മുമ്പിൽ അത് മാറ്റി തുന്നാനും അതിന്റെ നിറം മാറ്റാനും ന്യൂനതകൾ പരിഹരിക്കാനും അത്താഉസ്സലമിക്കറിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞിരുന്ന അത്താഉസ്സലമിയുടെ ആത്മാർത്ഥതയാണ് വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത്. ഞാൻ നെയ്തെടുത്ത എന്റെ കർമ്മങ്ങളിൽ പോരായ്മകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയണം, അതിൽ നിന്ന് മുക്തമാകാൻ കഴിയണം, കുറവുകൾ നികത്തണം എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മുടെ കർമ്മഗോതയിൽ ചെയ്തു തീർക്കാനുള്ള അമലുകളെ കുറിച്ച് ഓർക്കുമ്പോ നീയത്തിൽ അപാകതകൾ ഉണ്ടാകരുത്. ശുദ്ധമാകണം നമ്മുടെ അകവും പുറവും. നമ്മുടെ മനസ്സ് നന്മ ചെയ്യാൻ വെമ്പൽ കൊള്ളണം. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് വിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണം എന്ന് ഖുർആൻ നമ്മോട് പറയുന്നത്. സൂറത്ത് ഇസ്രാഇന്റെ 25-ാമത്തെ വചനം, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് നന്നായിട്ടറിയാം. ഇൻ തകൂനു സ്വാലിഹീൻ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, നിങ്ങൾ നല്ലവരായിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയ പാപങ്ങളെല്ലാം അവൻ നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ്. അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു നൽകാൻ റെഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ സ്വാലിഹീങ്ങളായി തീരണം, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതിന് നല്ല സൽക്കർമ്മങ്ങൾ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് നിർബന്ധമായി നമ്മൾ മാറ്റിവെക്കണം, അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു രോഗിയുണ്ട് എന്നറിഞ്ഞാൽ ചില വീട്ടിലൊക്കെ നടക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി സന്ദർശിച്ചു കേട്ടോ, മൂപ്പര് നന്നായി അസുഖം കൂടി, അല്ലെ, നന്നായി കിടപ്പിലാണ് കേട്ടോ, നമ്മൾ മാത്രമേ പോകാത്തതുള്ളൂ കേട്ടോ. നമ്മൾ പോയില്ലെങ്കിൽ ആളുകൾ എന്താ പറയാ? ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ, അല്ലെ? ആളുകൾ എന്തു പറയും എന്ന് പോയിട്ട്, ശരിയാണല്ലേ, അയൽവാസിയായിട്ടുള്ള ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണല്ലേ. അങ്ങനത്തെ ഒരു മോശം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പോയാൽ മോശം മാറിയേക്കാം, പറച്ചില് മാറിയേക്കാം, പക്ഷേ പടച്ചോന്റെ അടുത്തുള്ള പ്രതിഫലം അത് പൂജ്യമാണ് പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കി. അതുകൊണ്ട് ആൾക്ക് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് വേണ്ട. എല്ലാവരും ഇങ്ങനെ സ്വതക്ക ചെയ്യണ കാണുമ്പോ എനിക്ക് വലിയ പൂതിയൊന്നുമില്ല, കാരണം എന്റെ പേഴ്സണൽ ഒരു 100 റുപ്യ കുറയല്ലേ, പൂതില്ല. പക്ഷെ ഇനിയിപ്പോ ആരാ, അല്ലെ, ബക്കറ്റ് പിടിച്ചു നിൽക്കണോന്ന് എന്തെങ്കിലും വിചാരിക്കോ, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരിപ്പോ എന്താ പിന്നെ പറ്റി കരുതുക, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് റെസീറ്റ് ബുക്കുമായി വന്നവൻ, അല്ലെ, വലിയ വീടൊക്കെ ആയിട്ട് ഞാൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓൻ എന്താ വിചാരിക്കുക, അതുകൊണ്ടൊരു 100 ഏറെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നോട്ട് മാറ്റുക. അങ്ങനെയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓന്റെ വിചാരം മാറിയേക്കാം, പക്ഷേ നമ്മുടെ പ്രതിഫലം അത് പൂജ്യമായിരിക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഇടപെടലുകളിലും, ഓരോ കർമ്മങ്ങൾ ചെയ്തു തീർക്കുമ്പോഴും ആത്മാർത്ഥത എന്നുള്ള സംഗതി നമ്മൾ ആകെ കുറച്ചേ പ്രിയപ്പെട്ടവർ ചെയ്യുന്നുള്ളൂ. അതന്നെ ഇങ്ങനെ കുറെ കുറ്റങ്ങളും കുറവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും നാളെ നമ്മുടെ വിജയ പരാജയ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുക. മറ്റൊന്ന് ചെയ്യും ചില ആളുകൾ, എന്നിട്ടോ അതങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ആത്മാർത്ഥതയോടെ കൊടുക്കും, പിന്നെ അത് പറഞ്ഞങ്ങനെ നടക്കും. ദേഹോപദ്രവം കൊണ്ടും ചെയ്തതെടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ദാനങ്ങളെ, ധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത്, പാഴ്വേലയാക്കി മാറ്റി
മാറ്റരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ആലോചിക്കുക. അന്നൊക്കെ ചെയ്തത് അല്ലെ, 5 വർഷം മുമ്പ് ഭയങ്കര ആത്മാർത്ഥയിൽ കൊടുത്തതാ. പക്ഷെ പിന്നെ എപ്പോഴാ കുറ്റം പറയണേ അറിയോ? 5 വർഷം കഴിഞ്ഞ് ഇന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് അന്നടാ തീർന്നു, അന്ന് ഞാൻ തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്ത ഉപകാരത്തെ ഓർത്ത് അതിങ്ങനെ കൊത്തിവലിച്ച് അത് അയാളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്തതിനെ പറ്റി വീണ്ടും നിങ്ങൾ പറയണ്ട. ആ കർമ്മത്തെ നിഷ്ഫലമാക്കി പോകാൻ അത് ധാരാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തതെടുത്തു പറയും വേണ്ട, ആർക്കും വേണ്ടി ചെയ്യും വേണ്ട. ഇനിയോ കുറെ ചെയ്തു കൂട്ടും എന്തൊക്കെയോ. ഒരാത്മാർത്ഥത ഇല്ലാത്ത കുറെ കർമ്മങ്ങൾ നാളെ പരലോകത്തേക്ക് അതിനെ കൊണ്ടുവന്നാൽ, ചാരക്കൂമ്പാരത്തിലേക്ക് കാറ്റടിച്ചാൽ എന്താണോ സംഭവിക്കുക? നമ്മുടെ അമലുകളൊക്കെ കനം കുറഞ്ഞ അമലുകൾ ധൂളികളായി പാറിപ്പറക്കുന്ന കാഴ്ചയാവും അവിടെ കാണാനുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് കനമുള്ള, കാമ്പുള്ള, കാതലുള്ള അമലുകൾ ചെയ്തു തീർക്കാൻ ആത്മാർത്ഥമായ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നണയാനിരിക്കുകയാണ്. റബ്ബിന്റെ അതിഥിയാണ്. ഒരു പോറലും ഇല്ലാതെ നമുക്ക് ഭംഗിയായി തിരിച്ചയക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സ്വീകരണം ഒരുക്കണം എന്നർത്ഥം. അതിനുവേണ്ടി ആദ്യം ശുദ്ധമാകേണ്ടത് നമ്മുടെ ഹൃദയമാണ്. വീടകങ്ങളെ പോലെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ കഴിയണം. ചില നോമ്പുകാരുടെ നോമ്പൊന്നും അള്ളാഹ്ക്ക് വേണ്ട എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ അല്ലേ? മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമലു ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു എന്നാണ് അല്ലേ? ചീത്ത വാക്കുകളും ചീത്ത പ്രവർത്തനങ്ങളും ഒന്നും ഒഴിവാക്കാത്തവന്റെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പുകൾ ഒന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കേവലം അന്നപാനീയങ്ങൾ സുബഹ് മുതൽ മഗ്രിബ് വരെ അല്ലേ, അത് ഒഴിവാക്കിയത് കൊണ്ടായില്ല. അങ്ങനെ ഒഴിവാക്കി ഫുൾ സമയം കിടന്നുറങ്ങിയത് കൊണ്ടും ആയില്ല. നോമ്പിന്റെ ചൈതന്യം അത് നഷ്ടപ്പെടാൻ പാടില്ല. അതിന് കുറച്ച് പ്രീ പ്ലാനുകൾ നമ്മളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പ്ലാനുകൾ അല്ലെ, ഒരു എല്ലാ സംഗതിക്കും നമ്മൾ മുന്നേ കൂട്ടി കാലേ കൂട്ടി ഒരുങ്ങുന്നത് പോലെ റമദാനിന് വേണ്ടിയും ഒരു നല്ല മുന്നൊരുക്കം, ഒരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകട്ടെ അല്ലെ. ഓരോ നോമ്പുകളും വളരെ പുണ്യകരമായിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെ. ഒരു മാസം തീർന്നു കിട്ടാൻ കൊതിക്കുന്ന അല്ലെ, അങ്ങനെ അതിനപ്പുറത്ത് ആ ഓരോ നോമ്പുകളും കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയണം. വലിസ്വാഇമി ഫർഹത്താൻ എന്ന് പറഞ്ഞൊരു ഹദീസിൽ കാണാലോ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. അതിലൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടുകൊണ്ടുള്ള സന്തോഷം അല്ല അല്ലെ. അത് നമുക്ക് സന്തോഷമാണ്, പക്ഷെ അതല്ല. ഒരു നോമ്പ് എനിക്ക് നോൽക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. കുറ്റമറ്റൊരു നോമ്പ് അല്ലെ, അപാകതകളില്ലാത്തൊരു നോമ്പ് എനിക്ക് നോൽക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമാണ്. മറ്റൊന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള സന്തോഷമാണ്. അപ്പൊ ഒരു നോമ്പിന്റെ പ്രത്യേകത എന്താ? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, നരകത്തിൽ നിന്ന് ആ മനുഷ്യന്റെ മുഖം 70 വർഷത്തെ വഴിദൂരം അവനെ അകറ്റുമെന്നാണ്. ഒരു നോമ്പിന്റെ പ്രതിഫലമാണ് പറഞ്ഞത്. 70 വർഷത്തെ അല്ലെ വഴിദൂരം നരകത്തിൽ നിന്ന് ഒരാളുടെ മുഖത്തെ അകറ്റുമെന്നാണ്. അപ്പൊ അത്രയും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്ന, നരകത്തിൽ നരകശിക്ഷയിൽ നമ്മൾ അകറ്റുന്ന ഒരു വലിയ പരിഹാരമായി നമ്മുടെ മുമ്പിൽ ഒരു സമ്മാനമായി റമദാൻ വന്നു നിൽക്കുമ്പോ ഇഷ്ടത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ
അതിനെ സ്വീകരിക്കാൻ വിശ്വാസികളായ നമ്മുടെയൊക്കെ മനസ്സുകൾ ഒരുങ്ങണം. അല്ലെ, സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ടും ഖുർആൻ പാരായണമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടും ദാനധർമ്മങ്ങളിലുള്ള മത്സരങ്ങളൊക്കെ അതിങ്ങനെ അല്ലെ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടൊക്കെ റമദാനാവുമ്പോഴൊക്കെ ഒരു ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിനെ പോലെ ആയിത്തീരാൻ നമുക്കും സാധിക്കണം. അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് പ്രവാചക സ്നേഹം, അവനാണ് ദീനി സ്നേഹി. ആ രൂപത്തിൽ റബ്ബിന്റെ ഇഷ്ടം വാങ്ങിക്കൂട്ടാൻ റമദാൻ എന്ന സുവർണാവസരത്തെ നമുക്കും പ്രിയപ്പെട്ടവരെ ഉപയുക്തമാക്കാൻ സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ അബദ്ധങ്ങളെയും സുബദ്ധങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും തമ്പുരാനെ നീ സ്വീകരിച്ച് പകരം ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. സകുടുംബം സ്വർഗത്തിൽ സംഗമിക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾച്ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ, അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് പരിപൂർണമായിട്ടുള്ള മോചനം ശിഫയും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ രാജ്യത്തും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين وبرحمتك يا أرحم الراحمين والحمد لله.